നമസ്കാരം. സകല വാർത്തകളുമായി സകലവാര കേരളം ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് 18 ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഫലം കണ്ടു. നെടുമങ്ങാട് കുട്ടൻ കോളനിയിൽ വെള്ളമെത്തി. ടാങ്കറിൽ ശുദ്ധജലമെത്തിച്ച നഗരസഭ. ജലജീവൻ മിഷന്റെ ഭാഗമായി ബൂസ്റ്റർ പമ്പുകൾ സ്ഥാപിക്കുമെന്ന് കൌൺസിലർ. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. പൈപ്പുകൾ മാറ്റി ഇത്തരത്തിലുള്ള ഇതുപോലുള്ള കുട്ടൻ കോളനി അടക്കമുള്ള നഗരസഭയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ബൂസ്റ്റ് അടക്കമുള്ള പമ്പുകൾ വച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. UDF ജില്ലാ ചെയർമാനായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. UDFുമായി മുഴുവൻ ബന്ധവും അവസാനിപ്പിച്ചതായി സജി. കോൺഗ്രസ് നേതാവ് വെള്ളനാട് ശശി CPMൽ രാജി. അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചെന്ന് ശശി. സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ശശിയെ പുറത്താക്കിയെന്ന് DCC. മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ അന്വേഷണം ഊർജിതം. 10 പേർ കസ്റ്റഡിയിൽ. മർദ്ദനമേറ്റ് മരിച്ചത് അരുണാചൽ സ്വദേശി. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം. തമ്പടിച്ചത് 12 ആനകൾ. കാട്ടാനപ്പേടിയിൽ തെന്മലയിലെ ഗ്രാമങ്ങൾ. തൃശൂർ കുന്നംകുളം കമ്പിപ്പാലത്ത് അപകടം. KSRTC ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചു. 9 പേർക്ക് പരുക്ക്. കൊട്ടാരക്കരയിൽ KSRTCയുടെ വിനോദയാത്രാ ബസ് അപകടത്തിൽപ്പെട്ടു. വിശദമായ വാർത്തകൾ നോക്കാം. വോട്ടെടുപ്പിന് 20 ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറി. കോട്ടയം ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചു. UDFുമായി മുഴുവൻ ബന്ധവും അവസാനിപ്പിച്ചതായി സജി പറഞ്ഞു. ശ്രീജിത്ത് വാർത്തയുടെ പുതിയ വിശദാംശങ്ങളുമായി ചേരും. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഇനി വെറും 20 ദിവസം മാത്രം വോട്ടെടുപ്പിന് ബാക്കി നിൽക്കെ കേരള കോൺഗ്രസിൽ ജോസഫ് വിഭാഗത്തിൽ പൊട്ടിത്തെറിയുന്ന വാർത്ത വരുന്നു. സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചിരിക്കുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് അദ്ദേഹം രാജിക്ക് മുൻപ് പറഞ്ഞത്? എന്താണ് സംഭവിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ രാജിയിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 12:15 സജി മഞ്ഞക്കടമ്പിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം കാരണങ്ങൾ വ്യക്തമാക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും UDFുമായും ഇനി ഒരു ബന്ധവുമില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ഫലത്തിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് സജി മഞ്ഞക്കടമ്പിൽ മടങ്ങിപ്പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പിണക്കം ഇപ്പോൾ ഉണ്ടായതല്ല. അത് ഈ കേരള കോൺഗ്രസ് വിഭജിച്ച്, അതായത് പിളർന്ന് കുറെ ആളുകൾ, കുറെ നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന സമയം മുതൽ തന്നെ തുടങ്ങിയതാണ്. അന്ന് ആദ്യ പിണക്കം സജിയുടേത് UDF ജില്ലാ ചെയർമാൻ സ്ഥാനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് അദ്ദേഹം കുറെ കാലം പ്രവർത്തനത്തിൽ നിന്ന് ചെറിയ തോതിൽ മാറി നിന്നിരുന്നു. പിന്നീട് ആ പദവി മോൻസ് ജോസഫ് ഇടപെട്ട് നൽകിയതോടുകൂടിയാണ് പിന്നീട് ആ നിലയിൽ തുടരുന്ന സാഹചര്യം വന്നത്. അതായത് കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും മോൻസ് ജോസഫ് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ ഒരു പരാതി. സജി പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണം എന്ന ആവശ്യമുണ്ടായിരുന്നു. അത് ഏറ്റുമാനൂർ സീറ്റ് വേണം എന്ന ആവശ്യമായിരുന്നു സജി കാര്യമായി മുന്നോട്ട് വെച്ചത്. പക്ഷേ PJ ജോസഫ് ഉൾപ്പെടെ സജിയെ തടയുന്നു. ഫലത്തിൽ പ്രിൻസ് ലൂക്കോസിന് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഈ പൂഞ്ഞാർ സീറ്റ് ഏറ്റെടുത്ത്, കാലങ്ങളായി സജിയുടെ ഒരു പ്രധാന കണ്ണുള്ളത് പൂഞ്ഞാർ സീറ്റിലാണ്. KM മാണിയുമായി അടക്കം സജി മഞ്ഞക്കടമ്പിൽ അന്ന് പിണങ്ങിയിരുന്നത് പൂഞ്ഞാർ സീറ്റിന്റെ പേരിലായിരുന്നു. അന്ന് ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന അടക്കം KM മാണി പലതവണ ഉറപ്പ് തന്നു, തനിക്ക് പക്ഷേ പൂഞ്ഞാർ സീറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ഒരു പിണക്കം സജിക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ജോസഫ് ഗ്രൂപ്പിലേക്ക് വരുന്നു.
അവിടെ ഏറ്റുമാനൂർ സീറ്റ് ചോദിക്കുന്നു. ഇപ്പോൾ ഈ തർക്കങ്ങളുടെ ഭാഗമായും സജി പൂഞ്ഞാർ സീറ്റ് ചോദിച്ചിരുന്നു എന്നാണ്. പൂഞ്ഞാർ സീറ്റ് തനിക്ക് തരണമെന്ന് എഴുതി നൽകണമെന്ന് സജി ആവശ്യപ്പെട്ടതായാണ് UDF നേതാക്കൾ പറയുന്നത്. പക്ഷെ അത്തരം ഒരു ഡിമാൻഡിനും ഇപ്പോൾ വഴങ്ങാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് UDF നേതൃത്വം ഉറച്ച നിലപാടെടുത്തതോടുകൂടിയാണ് സജി മഞ്ഞക്കടമ്പിൽ വിട്ടുപോകുന്ന നില ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സജി മഞ്ഞക്കടമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമല്ലായിരുന്നു. അതിന് സജി പറയുന്ന കാരണം മോൻസ് ജോസഫ് തന്നെ ഇവിടെ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ ആ പട്ടികകൾ ഉൾപ്പെടുത്തിയില്ല. അതായത് കളക്ടർക്കുള്ളിൽ വരണാധികാരിക്ക് മുന്നിൽ എത്താൻ 5 പേർക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോൻസ് ജോസഫും പിന്നീട് ഫ്രാൻസിസ് ജോർജും നാട്ടകം സുരേഷും ഒക്കെ വന്നു. ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായും വന്നു. അവിടെ സജിക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു UDFന്റെ തീരുമാനം. പക്ഷേ സജിക്ക് അതും ഒരു പരാതിക്ക് കാരണമായി വന്നിരിക്കുകയാണ്. എന്തായാലും സജി ഒരു ചാട്ടം കൂടി ചാടുന്നു എന്നുള്ളതാണ്. സജിയുടെ ആ ചാട്ടം അതെങ്ങോട്ടെന്നുള്ളൊരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിലേക്ക് തന്നെയാണോ അതോ മറ്റെവിടേക്കെങ്കിലും ആണോ സജി മഞ്ഞക്കടമ്പിൽ പോകുന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും അവശേഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? സജി സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകാൻ നേരത്തെയും ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏതാണ്ട് 1 വർഷം മുൻപ് ഇത്തരം ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ജോസ് കെ മാണി വിഭാഗം അതിന് തയ്യാറായില്ല. കാരണം ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ നിരവധി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സജി മഞ്ഞക്കടമ്പിൽ അവിടെ നിന്ന് വിട്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വീണ്ടും അവിടേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ തുടങ്ങിയത്. അതായത് മോൻസുമായി പ്രശ്നം നേരത്തെ ഉണ്ടായപ്പോൾ സജി തിരിച്ചു കയറാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അന്ന് അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ സമയം ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ UDFൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ LDF ക്യാമ്പിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ ആഹ്ലാദം പകരുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ സജിക്ക് ജോസ് കെ മാണി അഭയം നൽകിയാൽ അത്ഭുതപ്പെടാനില്ല. പക്ഷേ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തവേ ഈ സ്റ്റീഫൻ ജോർജ്, പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞത് ആദ്യം സജി പുറത്തു വന്നു എന്നൊന്ന് പറയട്ടെ, പിന്നീട് തങ്ങൾ അക്കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാം. നിലവിൽ അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നൊക്കെയാണ് കേരള കോൺഗ്രസ് എം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സജി 12:15 മാധ്യമങ്ങളെ കാണും. അതിനുശേഷം നിലപാട് വ്യക്തമാക്കും. അതിനുശേഷമായിരിക്കും കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരിക. ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതികരണവും ഇനിയും വരേണ്ടതുണ്ട്. മോൻസ് ജോസഫിന്റെ അടക്കം പ്രതികരണം വരേണ്ടതുണ്ട്. പാർട്ടി ചെയർമാൻ PJ ജോസഫിന്റെ പ്രതികരണം വരേണ്ടതുണ്ട്. ഇതൊക്കെ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ട് അടുത്ത് നിൽക്കെ സജി UDFന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാൻ ശ്രമിച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും വോട്ടെടുപ്പിന് കൃത്യം 20 ദിവസം മാത്രം ബാക്കി നിൽക്കെയുള്ള സജി മഞ്ഞക്കടമ്പലിന്റെ ചാഞ്ചാട്ടം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. കാര്യത്തിൽ സംശയമില്ല. ഇനി അറിയേണ്ടത് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്നാണ്. എന്തായാലും 12:15 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അറിയാം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക, അത് എത്രമാത്രം വലിയ പ്രത്യാഘാതങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കുമെന്ന്. G. ശ്രീജിത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് 18ന്റെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ പരിപാടി ഫലം കണ്ടു. ജലക്ഷാമം രൂക്ഷമായിരുന്ന നെടുമങ്ങാട് പേരോത്തുകോണം കുട്ടൻ കോളനിയിൽ കുടിവെള്ളമെത്തി. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും ജലജീവൻ മിഷന്റെ ഭാഗമായി ബൂസ്റ്റർ പമ്പുകൾ സ്ഥാപിക്കുമെന്ന് കൗൺസിലർ S. ബിനു പ്രതികരിച്ചു. ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഗവൺമെന്റിന്റെ 9.5 കോടി രൂപ മുടക്കി നെടുമങ്ങാട് ടൗൺ മേഖല മുനിസിപ്പാലിറ്റി മുഴുവൻ പൈപ്പുകൾ മാറ്റി ഇത്തരത്തിലുള്ള ഇതുപോലുള്ള കുട്ടൻ കോളനി അടക്കമുള്ള നഗരസഭയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ബൂസ്റ്റ് അടക്കമുള്ള പമ്പുകൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞു. ബൂസ്റ്റർ പമ്പ് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള കരാറുകാരൻ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ സ്ഥലം വന്ന് കണ്ടു. ബൂസ്റ്റർ പമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കുടിവെള്ള ക്ഷാമം പിന്നെ എല്ലാ ടൗൺ കിട്ടുന്നത് പോലെ തന്നെയാണ് ഇവിടെയും കിട്ടാൻ കഴിയും. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. വിനോദ്, ന്യൂസ് 18നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള അഭിമാനമുള്ളൊരു നിമിഷമാണ്. നമ്മുടെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഫലം കണ്ടു എന്ന് പറയാം. പ്രത്യേകിച്ചും ജലക്ഷാമം രൂക്ഷമായിരുന്ന നെടുമങ്ങാട് പേരോത്തുകോണം കുട്ടൻ കോളനിയിൽ കുടിവെള്ളമെത്തി. ഇത് ന്യൂസ് 18നെ സംബന്ധിച്ചും ആ കോളനിക്കാരെ സംബന്ധിച്ചും ഏറെ സന്തോഷവും ആഹ്ലാദവും ആശ്വാസവും നൽകുന്നൊരു വാർത്തയാണ്. എപ്പോഴായിരുന്നു ഈ നടപടി എത്തിയത്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഭവ്യ, ഒരു ജനകീയ വിഷയത്തിൽ പരിഹാരമുണ്ടായിരിക്കുന്നു. പക്ഷേ ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കാലങ്ങളായി ദുരിതമനുഭവിക്കുന്ന ജനങ്ങളാണ്.
അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ, വളരെ ഉയർന്ന പ്രദേശത്തിൽ താമസിക്കുന്ന ആളുകൾ അവിടേക്ക് ശുദ്ധജലം എത്തുന്നില്ല. അവർ തലച്ചുമടായും ജോലി ചെയ്യുന്ന കൂലിയുടെ വലിയൊരു ഭാഗം ശുദ്ധജലത്തിനായി ചെലവഴിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാഹനങ്ങളിൽ അവിടേക്ക് വെള്ളം കൊണ്ടുവരുന്ന സാഹചര്യം, മറ്റിടങ്ങളിൽ നിന്ന് തലച്ചുമടായി കുടിവെള്ളം എത്തിക്കേണ്ട സാഹചര്യം. 100 വയസ്സ് കഴിഞ്ഞ വൃദ്ധ ഉൾപ്പെടെ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ തന്നെ മകൾ, അവർക്ക് തന്നെ ഏതാണ്ട് 75 വയസ്സിന് മുകളിലുണ്ട്. ഈ അമ്മയ്ക്കുള്ള വെള്ളം ചുമന്നു കൊണ്ടുവരുന്നത് ഈ പ്രായമുള്ള മകളാണ്. ആ നിലയ്ക്ക് വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യമായിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത്. കുട്ടികൾ കുടിക്കാനുള്ള ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് വീണ്ടും അവർ പറയുന്നത് വസ്ത്രം അലക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങളായി കുളിച്ചിട്ട് വളരെ കണ്ണീരോടുകൂടി ചെറിയ കുഞ്ഞുങ്ങളടക്കം നമ്മളോട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു. നെടുമങ്ങാട് നഗരസഭ ടാങ്കറിൽ അവിടേക്ക് ശുദ്ധജലം എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അതിന് തലേന്നുമായി 2 തവണയായി ശുദ്ധജലം എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നടപടി പൂർത്തിയാകണമെങ്കിൽ, പൂർണ്ണ തോതിൽ അവിടെ ജലം എത്തണമെങ്കിൽ ഇതിനകം തന്നെ ജലജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വെള്ളം എത്തണമെങ്കിൽ താഴ്ന്ന പ്രദേശത്ത് ബൂസ്റ്റർ പമ്പ് സ്ഥാപിക്കേണ്ടതുണ്ട്. അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിരന്തരം ശുദ്ധജലം കിട്ടുന്ന ഒരു സാഹചര്യം ഒരുങ്ങും. അതിലേക്ക് പോകുമെന്ന് തന്നെയാണ് നഗരസഭയും കൗൺസിലറും പറയുന്നത്. അതിനുള്ള സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞു. വളരെ താമസിയാതെ തന്നെ ബൂസ്റ്റർ പമ്പ് അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇവർക്ക് സ്ഥിരമായി ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ താൽക്കാലിക നടപടി എന്ന നിലയ്ക്കാണ് ടാങ്കറിൽ അവർക്ക് ശുദ്ധജലം എത്തിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച്, ന്യൂസ് 18നെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. കാരണം തീർത്തും സാധാരണക്കാരായ ആളുകൾ അവർക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് നമ്മുടെ ഒരു ഇടപെടൽ വഴിയൊരുക്കി എന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഭവ്യ, തീർച്ചയായും ന്യൂസ് 18ന്റെ ജനകീയമായ വിഷയത്തിൽ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. ജലക്ഷാമം രൂക്ഷമായിരുന്ന നെടുമങ്ങാട് പേരോത്തുകോണം കുട്ടൻ കോളനിയിൽ കുടിവെള്ളം എത്തിയെന്നുള്ള ആശ്വാസകരമായ സന്തോഷകരമായ വാർത്തയാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ടാക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. 10 പേരെ കസ്റ്റഡിയിലെടുത്തു. വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു അരുണാചൽ സ്വദേശി അശോക് ദാസിനെ പ്രദേശവാസികൾ കെട്ടിയിട്ട് മർദ്ദിച്ചത്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാനി, ഈ പോലീസ് അന്വേഷണം അത് ഏത് തരത്തിൽ പുരോഗമിക്കുന്നു? 10 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ 10 പേർ മാത്രമാണോ പ്രതികൾ, അല്ലെങ്കിൽ ഇനിയും അന്വേഷണം പല വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. 10 പേരാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളുമായി ഉച്ചയ്ക്ക് തെളിവെടുപ്പ് ഉണ്ടാകും. തെളിവെടുപ്പിനെ കൊണ്ടുവരുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ നടന്നത് ആൾക്കൂട്ട കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ആനുപാതികമായ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളിൽ പലരും തന്നെയും ഈ അശോക് ദാസിനെ കെട്ടിയിടുന്നതും മർദ്ദിക്കുന്നതുമായ പല ദൃശ്യങ്ങളും മൊബൈൽ ഫോണിൽ പകർത്തിയതായിട്ട് പോലീസ് തന്നെ പറയുന്നു. ചിലത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചിലത് പ്രതികൾ തന്നെ നശിപ്പിച്ചു. ഇതും വീണ്ടെടുക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. തലയ്ക്കും ശ്വാസകോശത്തിനും അശോക് ദാസിന്റെ തലയ്ക്കും ശ്വാസകോശത്തിനുമാണ് കൂടുതൽ ക്ഷതമേറ്റത്. ഇതിൽ തന്നെയാണ് മരണകാരണമായിട്ട് വന്നിരിക്കുന്നത്. മർദ്ദനത്തിൽ ശ്വാസകോശം തകരുകയും തലയിൽ രക്തം കട്ട പിടിക്കുകയും ചെയ്തതായിട്ട് പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് പറയുന്നു. ഈ പെൺകുട്ടികളുടെ രഹസ്യമൊഴി ഇപ്പോൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മർദ്ദനത്തിന് ഇവർ ദൃക്സാക്ഷികളായിരുന്നു. അതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഈ ദാരുണമായ ഒരു സംഭവം, അശോക് ദാസ് മരണപ്പെടുന്നത് തലേ ദിവസമായിരുന്നു ഈ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പെൺകുട്ടികൾ താമസിക്കുന്ന ഇടത്തേക്ക് ഇയാൾ ചെല്ലുകയും ഇയാളുടെ കൂട്ടുകാരി പെൺസുഹൃത്തിനെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുകയായിരുന്നു. നേരത്തെ ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇവിടേക്ക് ചെല്ലുകയും പെൺകുട്ടികളുമായിട്ട് വാക്ക് തർക്കമുണ്ടാകുകയും ചെയ്തതായിട്ട് പറയുന്നു. ഇതിനകത്ത് മൽപ്പിടുത്തമുണ്ടായി. ഇവിടെ വെച്ച് ഇയാളുടെ കൈ ചില്ല അലമാരിയിൽ ഇടിച്ച് പൊട്ടിയിരുന്നു. അതിൽ നിന്നും രക്തം വാർന്നൊലിക്കുകയായിരുന്നു. ഈ അവസ്ഥയിലാണ് ഇയാൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത്. പെൺകുട്ടികൾ അടുത്ത വീടുകളിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ആളുകൾ ഇയാളെ ചോദ്യം ചെയ്ത് അടക്കമുണ്ടായത്. പിന്നീടാണ് ഇതൊരു ആൾക്കൂട്ട വിചാരണയിലേക്കും ഈ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയിലേക്കും എല്ലാം തന്നെ കാരണമായത്. അതേസമയം ഈ വിവരങ്ങൾ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു എന്ന് പരിസരവാസികൾ പറയുന്നു. പോലീസ് എത്താൻ വൈകിയതായിട്ടും ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അവിടുന്ന് പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. ഇതിനിടയിൽ അശോക് ദാസിന്റെ മരണം സംഭവിച്ചു. അരുണാചൽ സ്വദേശിയാണ്. ഇവിടെ നിന്ന് ഇയാളുടെ ബന്ധുക്കളടക്കം ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ശരി, എന്തായാലും കേസിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്ന റിപ്പോർട്ടുകളാണ് ഡാനി പോൾ നൽകുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കാം. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. Political Grand Finale, co-presented by Berger Paints.
100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPM-ൽ അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് വെള്ളനാട് ശശി പ്രതികരിക്കുന്നത്. BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM ജയിക്കരുതെന്ന അടൂർ പ്രകാശിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നും വെള്ളനാട് ശശി പറഞ്ഞു. അതേസമയം ശശിയെ പുറത്താക്കിയെന്നും വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് ക്രമക്കേടിലാണ് നടപടിയെന്നുമാണ് DCC നേതൃത്വത്തിന്റെ വിശദീകരണം. എന്നാൽ ആരോപണം തെളിയിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വെള്ളനാട് ശശി DCC പ്രസിഡന്റ് പാലോട് രവിയാണ് അഴിമതിക്കാരനെന്നും വിമർശിച്ചു. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി ചേരാനുള്ള കാരണം ഇപ്പോൾ ഉണ്ടായില്ല. കഴിഞ്ഞ 2 വർഷമായി വെള്ളനാട് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പ്രശ്നം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാം. ആ 2 വർഷക്കാലമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു വശം നിൽക്കുമ്പോൾ അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് അഴിമതിയുടെ കൂത്തലാണ്. ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ട് പോയാൽ പിന്നെ അവർ ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യില്ല. കക്കൂലിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കക്കൂലിയാണ്. സഹിക്കാവുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇനി ആ പ്രസ്ഥാനമായി 45 വർഷക്കാലം പ്രവർത്തിച്ചു പോയ പ്രസ്ഥാനമായി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് ഗതി വരില്ല, ഞാൻ അതിൽ നിൽക്കേണ്ടി വരുവാണ്. വിവേരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, അല്പസമയം മുൻപ് നമ്മൾ കോൺഗ്രസിന് ഒരു വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ട് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ച വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPM-ലേക്ക് കൂടുമാറി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിലുള്ള വലിയ കൂടുമാറ്റങ്ങൾ ഇത്രമാത്രം തിരിച്ചടിയാണ്. ഒപ്പം എന്താണ് അദ്ദേഹം CPM-ലേക്ക് പോകാനുള്ള കാരണമായി പറയുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് വെള്ളനാട് മേഖലയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് വെള്ളനാട് ശശി. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ വെള്ളനാട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അദ്ദേഹം 45 വർഷമായി വിവിധ മേഖലകളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നയാളാണ്. ആ രീതിയിൽ വെള്ളനാട് അരുവിക്കര മണ്ഡലത്തിൽപ്പെട്ട അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെട്ട സ്ഥലമാണ് വെള്ളനാട്. അവിടെ കോൺഗ്രസിനെ വലിയ സ്വാധീനമുണ്ടാക്കി കൊടുത്ത നേതാക്കളിലാണ് ശശി. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുന്നത്. ഒരു പ്രധാന കാരണമായി പറയുന്നത് അടൂർ പ്രകാശുമായുള്ള അസ്വാരസ്യങ്ങളാണ്. അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷം MP ആയിരുന്നപ്പോഴും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തന്നെയും പാർട്ടിയെ അവിടെ അവഗണിച്ചു. മാത്രമല്ല CPM തോറ്റാലും BJP ജയിക്കണമെന്ന ഭാവത്തോടുകൂടി നിലപാട് പ്രവർത്തിക്കുന്നതാണ് അടൂർ പ്രകാശ്. ഇത്തവണയും BJP-യുമായിട്ടാണ് അദ്ദേഹം കൂട്ടുചേർന്നത്. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വെള്ളനാട് ശശി പറയുന്നു. എന്നാൽ ശശിയെ വെള്ളനാട് സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ പുറത്താക്കിയെന്ന് CPM-ൽ അദ്ദേഹം ചേരാനെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ആരോപണം തള്ളിയ ശശി എന്ത് അഴിമതി തെളിയിക്കാനും കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചു. ഏറ്റവും വലിയ അഴിമതിക്കാരൻ DCC പ്രസിഡന്റ് പാലോട് രവിയാണെന്നാണ് വെള്ളനാട് ശശിയുടെ ആരോപണം. ഈ CPM-ൽ ചേരുന്ന തൊട്ട് മുമ്പ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തു. അവിടെ വൈകാതെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഏതായാലും നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിരവധി BJP പ്രവർത്തകർ CPM-ലേക്ക് വന്നിരുന്നു. കരവാരത്തും അതുപോലെ വക്കത്തും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെള്ളനാട് നിന്നും കോൺഗ്രസിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളെ ഏറ്റവും പരിസ്ഥിതി നേതാക്കളെ കൂടി CPM തങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ നേതൃത്വമാണ് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ് മറ്റു പാർട്ടികളിലേക്ക് CPM-ലേക്ക് BJP-യിലേക്കൊക്കെ പോകുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ BJP ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം വെള്ളനാട് ശശി പറയുന്നു. ഇത് വെറും ഒരു ആരോപണമായി മാത്രം കാണാനായിരിക്കുമല്ലോ അല്ലെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെറും ആരോപണം മാത്രമായിരിക്കുമല്ലോ അല്ലെ? കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ അവിടെ ഇരട്ട വോട്ടുകൾ 1 ലക്ഷത്തിലെ ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു. ആ വോട്ടുകൾ മാറ്റി പട്ടിക ശുദ്ധീകരിച്ചാണ് അടൂർ പ്രകാശ് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന BJP ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമരലിന്റെ ഒരു ശബ്ദരേഖയുണ്ടായിരുന്നു. CPM നേതൃത്വം പുറത്തുവിട്ടതാണ്. അതിൽ അദ്ദേഹം BJP ഓഫീസ് സെക്രട്ടറി പറയുന്നത് അടൂർ പ്രകാശിന് വേണ്ടി ഇരട്ട വോട്ടുകൾ കണ്ടെത്തി കൊടുത്തത് താനാണ് എന്നാണ്. ആ കാര്യവും ഇപ്പോൾ CPM-ഉം വെള്ളനാട് ശശി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണയും BJP-യുമായി ചേർന്ന് BJP-യുടെ സഹായത്തോടുകൂടിയാണ് അടൂർ പ്രകാശ് ജയിച്ചത്. ഇത്തവണ BJP ജയിച്ചാലും പ്രശ്നമില്ല എന്ന നിലപാടിലേക്ക് അടൂർ പ്രകാശ് മാറുന്നു. അക്കാരണങ്ങൾ കൊണ്ടാണ് രാജി. അതായത് അടൂർ പ്രകാശ് BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ V മുരളീധരൻ ഉൾപ്പെടെയുള്ള സീറ്റ് ആഗ്രഹിച്ചിരുന്ന V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു എന്ന ആരോപണവും
നേരത്തെ ഉയർന്നതാണ്. അതിന്റെയൊക്കെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളും. അടൂർ പ്രകാശിനെതിരെയും അദ്ദേഹത്തിന്റെ BJP ബന്ധം ആരോപിച്ചും ആണ് ഇപ്പോൾ വെള്ളനാട് ശശിയെ പോലുള്ള മുതിർന്ന നേതാവ് കോൺഗ്രസ് വിടുന്നത്. CPM ഇത് വലിയൊരു അവസരമായും ആയുധമാകും മാറ്റുകയാണ്. കാരണം അരുവിക്കരയിൽ ആ പ്രദേശത്ത് വെള്ളനാട് മാത്രമാണ് CPM-ന് ആ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഒരു നിലവിൽ അവിടെ പഞ്ചായത്താണ് CPM-ന് ഭരിക്കാൻ കഴിയാത്തൊരു സ്ഥലവും അവിടെ നിന്നാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിനെ CPM കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റുന്നത്. ശരി, എന്തായാലും കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി CPM-ൽ ചേർന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. യെസ്, ഇപ്പോൾ കോഴിക്കോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രത്യേകിച്ചും അതിജീവിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് അതിജീവിതയെ ഈ വേട്ടക്കാരുടെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. ഞാനൊരു കാര്യം പറയുന്നു, അനിതാ സിസ്റ്ററെയും ഈ അതിജീവിതയെയും ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. എല്ലാ പിന്തുണയും അവർക്കുണ്ടാകും. നിയമപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പിന്തുണയുണ്ടാകും. ഇനി സമരരംഗത്തേക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കാരണം ഒരു പ്രതീകാത്മകമായ ഒരു കേസാണിത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ല. അപ്പോ ഇവർക്കൊരു നാണം പോലുമില്ല. ഇങ്ങനെ കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ട് ഇന്ന് 3-4 പത്രങ്ങളാണ് ഈ സംഭവത്തെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും എല്ലാവരെയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി അവർക്ക് ഇവിടെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. രണ്ടാമതൊരു കാര്യം, ഹൈക്കോടതി ഇതുപോലെ ഒരു ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പാക്കില്ല എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? നിയമവും നീതിന്യായ സംവിധാനങ്ങളെയും അവർ പറയുന്നത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തൊരു മന്ത്രിക്കില്ലേ? അപ്പൊ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അവരുടെ മുമ്പിൽ, ആരോഗ്യ വകുപ്പിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും അത് നടപ്പാക്കില്ല എന്ന് പറയുന്ന ഈ ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? സത്യപ്രതിജ്ഞാ ലംഘനമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അവർ പെരുമാറുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് അവർ പെരുമാറുന്നത്. അല്ല, മുഖ്യമന്ത്രിയാണല്ലേ ഇതുപോലത്തെ എല്ലാ വേണ്ടാധീനങ്ങൾക്കും എല്ലാ വൃത്തികേടുകൾക്കും കുട പിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്തിനാണ് പിന്തുണ കൊടുക്കുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞതിനോ? സർക്കാർ പാലിച്ചേ മതിയാവൂ. മുഖ്യമന്ത്രിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും അത് പാലിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായാൽ ആരായാലും, ഞാനായാലും ആരായാലും പാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു മന്ത്രി പറയാൻ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഉറപ്പായിട്ട് പോവും. അവരിത് ഈ കാര്യം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് കോടതിയുടെ ഉത്തരവ് കൂടി, കോടതിയുടെ അഭിപ്രായം കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിയമപരമായ എല്ലാ നടപടികൾക്കും ഞങ്ങൾ ഉണ്ടാകും. ഇത് പരസ്യമായ ഭരണഘടനാ ലംഘനമാണ്, നിയമലംഘനമാണ്, പരസ്യമായ പ്രഖ്യാപനമാണ്. അതിജീവിതയുടെ കൂടെയല്ല സർക്കാർ, പീഡന വീരന്റെയും അവനെ സഹായിച്ചവരുടെയും കൂടെയാണ് സർക്കാർ എന്നുള്ള പ്രഖ്യാപനമാണ് പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ സംരക്ഷിക്കും, ഒരാളും ചോദ്യം ചെയ്യേണ്ടതെന്നുള്ള ധിക്കാരമാണ്. ആ ധിക്കാരത്തിനാണ് കേരളം മറുപടി കൊടുക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. അനിതയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കാരണമെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി പോയ സമയത്ത് അത്തരം വീഴ്ചകളൊന്നും സർക്കാർ പറയുന്നില്ല. ഇതുപോലെ അനിതയേക്കാൾ നിയമനത്തിന് അർഹരായ 18ഓളം പേരുണ്ട് എന്നൊക്കെയുള്ള കണക്കാണ് റിവ്യൂ ഹർജിയിൽ പറയുന്നത്. പുറത്തൊന്ന് ഹൈക്കോടതി വേറെ എന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടി അല്ല സർക്കാരിന്റെ ഹൈക്കോടതിയിലെ വാദം. മാത്രമല്ല, സർക്കാർ തന്നെ സമ്മതിച്ചതല്ലേ ഏപ്രിൽ 1-ാം തീയതി ഇവർക്കൂടെ നിയമനം കൊടുക്കുക എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചതാണ്. അവരുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായെന്ന് സർക്കാരിന്റെ ഭാഗത്ത് ഒരു അഭിപ്രായമില്ല കോടതിയിൽ. അപ്പോൾ സർക്കാർ കോടതിയിൽ പറയാത്ത കാര്യമാണ് മന്ത്രി പുറത്തു പറയുന്നത്. അത് ഇവിടുത്തെ ഈ പാർട്ടിക്കാർ പറഞ്ഞ കേട്ടിട്ടാണ്. പീഡന വീരനും അതിനോട് കൂടെ നിൽക്കുന്നവരും പറയുന്നത് കേട്ടിട്ടാണ് മന്ത്രി പറയുന്നത്. അതാണല്ലോ നടക്കുന്നത്. അതാണല്ലോ ഈ ആരോപണം വന്ന ആൾ, ഈ പീഡിപ്പിച്ച ആള്, അയാൾക്ക് വേണ്ടിയിട്ട് അതിജീവിതയോട്
ഇത് പിൻവലിക്കണം, പരാതി പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾ എല്ലാവരും ഭരണാനുകൂല സംഘടനയുടെ ആളുകളല്ലേ. അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ പരിധിയും വിട്ടല്ലേ തോന്നിയാസം ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് പിന്തുണ നൽകിയ നഴ്സ് പി ബി അനിതയുടെ ഭാഗത്ത് ജോലി സംബന്ധമായ വീഴ്ചയുണ്ടെന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നലെ ആരോഗ്യമന്ത്രി പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.